സാമ്പത്തിക ഞെരുക്കത്തിൽ ബുദ്ധിമുട്ടിലും തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു ഷോർട്ട് ഫിലിം എപ്പോൾ എന്തെങ്കിലും കിട്ടുന്നതാണ്. എന്റെ വീട്ടിൽ കിട്ടിയ ഉടനെ തന്നെ എന്തായാലും വീട്ടിൽ ആരും ജോലിക്ക് പോകാനില്ല. റേഷനറി ഉണ്ട് ഉള്ളതുകൊണ്ട് അതുപോലെ ഏതായാലും നീലക്കാടും അല്ല റോസ് കാർഡും അല്ല അതിലും താഴെക്കാട് എനിക്ക് പറയുന്നതിന് ഒരു നാണക്കേടുമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന അതുകൊണ്ട് നല്ല രീതിയിൽ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ പറയുകയാണ്, ഞാൻ റേഷൻ പീടികയിൽ നിന്ന് നല്ലവണ്ണം അരി കിട്ടുന്നുണ്ട്, എൻ്റെ കാർഡ് പച്ചയല്ല നീലയല്ല വെള്ളയല്ല എന്നൊക്കെ പറയുന്നുണ്ട്, മഞ്ഞ കാർഡാണ്. രേണുസുതി നിനക്ക് മാത്രമല്ല, അത് ഒരു ഗ്രേഡിങ് മാത്രമാണ്. ഞങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് കാർഡ് കിട്ടുന്നുണ്ട്, ഞങ്ങൾ റേഷൻ പീടികയിൽ നിന്ന് അരിയും വാങ്ങി കഴിക്കുന്നുണ്ട്, അതിനെന്താണ് കുഴപ്പം? നല്ല അരിയാണ് ഇപ്പോൾ റേഷൻ പീടികയിൽ നിന്ന് കിട്ടുന്നത്. പക്ഷേ രേണുസുതി ഇത് പറയുമ്പോൾ കേരളത്തിൽ ഇത്രയും തിരക്കുള്ള ഇത്രയും ഫേമസ് ആയ ഒരു ആർട്ടിസ്റ്റായ ഒരു നടിയായ താങ്കൾ ഇങ്ങനെ പറയുമ്പോൾ ഒരു സങ്കടമുണ്ട്. കാരണം താങ്കൾ പറയുന്നുണ്ട് എനിക്ക് ഉറങ്ങാൻ സമയമില്ല, റീൽസാണ്, നാടകമാണ്, സിനിമയാണ്, ഷൂട്ടിംഗ് ആണ്, ആർട്സ് ഫിലിമാണ്, എല്ലാം കൂടി ഇങ്ങനെ ഓടി നടന്ന് അഭിനയിക്കുന്ന രേണുസുതിക്ക് റേഷൻ പിടിയിൽ നിന്ന് അരി വാങ്ങേണ്ട ഗതികേടിലാണെങ്കിൽ ബാക്കിയുള്ള നടിമാരുടെ കാര്യം കേരളത്തിൽ പറയാവുന്നതിലും അപ്പുറമാണ്. പക്ഷെ നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവനെന്താണ് പറയുന്നത്. വളരെ സങ്കടം നിങ്ങൾക്കും ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ ഞാൻ നിങ്ങൾക്ക് സൈഡിൽ ഒരു വീഡിയോ കാണിച്ചു തരാം. നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ ബ്യൂട്ടോ തയാൻ എന്ന് പറയുന്ന ഒരു ബ്യൂട്ടീഷ്യൻ തെറാപ്പി ചെയ്യാൻ വേണ്ടി ചിലവാക്കിയത് 10,000-ങ്ങളാണ്. അതിനൊക്കെ രേണുസുതിയുടെ കയ്യിൽ ഒരുപാട് പൈസയുണ്ട്. പക്ഷെ അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യമാണ്, അതിലൊന്നും നമ്മൾ ഇടപെടേണ്ട. പക്ഷേ അത് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് ഇങ്ങനെ നമ്മളെ ഋതപ്പൻ കഴിക്കുന്നത് റേഷൻ അരിയാണ്, ഞാൻ ഒറ്റ ആളാണ് കഷ്ടപ്പെടുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ തങ്കച്ചേട്ടൻ ഇന്നലെ പറഞ്ഞിരുന്നു ഞാൻ വാർക്കപ്പണിക്ക് പോയിട്ടാണ് കുടുംബം പോറ്റുന്നത് എന്നൊക്കെ പറയുന്നത് കേട്ടു. എന്താണ് സത്യാവസ്ഥ എന്നറിയില്ല. ബാക്കി നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ പറയുന്നുണ്ട്, നമുക്കത് കേൾക്കാം. എന്ത് വർക്ക് ചെയ്താലും അതിനോടുള്ള ആത്മാർത്ഥത. ഇപ്പം ഇന്നലെ തന്നെ ഡയറക്ടർ പറഞ്ഞു, ആ സിനിമയുടെ ഡയറക്ടർ, വലിയ സിനിമയാണ്, സിനിമയുടെ ഡയറക്ടറിനോട് ആരോ വിളിച്ചു പറഞ്ഞു രേണുസുതിയൊക്കെ അഭിനയിപ്പിക്കണോ, നെഗറ്റീവ് ഒക്കെ കേൾക്കത്തില്ലേ? ഡയറക്ടർ പറഞ്ഞു രേണുസുതി നെഗറ്റീവ് വെക്കുന്നത് സോഷ്യൽ മീഡിയയിൽ അവളെ അറിയാത്തവരല്ലേ പറഞ്ഞോട്ടെ, സിനിമ എങ്ങനെ ബാധിക്കുന്നത്? അവൾ അഭിനയിക്കുന്നതാണ് സിനിമയെ, അഭിനയത്തെയാണ്, അല്ലെങ്കിൽ അവൾ അഭിനയിക്കുമല്ലോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. എന്നിട്ട് ആ സാറ് തന്നെ പറഞ്ഞു നിങ്ങൾ ഒരിക്കലും ആ കുട്ടിയെ മാറ്റി നിർത്തരുത്, അഭിനയിക്കത്തില്ല എന്ന് പറഞ്ഞു. അവൾ നന്നായിട്ട് ആവേശം ചെയ്തിട്ടുണ്ട്. സിനിമ വീട്ടിൽ ഇരിക്കാം, വീട്ടിൽ കസാരം കാലം വെച്ചിരുന്നോളാം, ഇവര് കൊണ്ട് തരട്ടേന്നേ, ഇവര് മാസം കൊണ്ടു തരട്ടെ 1,00,000 രൂപ. ഈ പറയുന്ന ഓരോരുത്തരും എന്റെ അക്കൗണ്ടിലോട്ട് 1,00,000 രൂപ മാസം തരട്ടെ. ഞാൻ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ, ഞാൻ ഒരു പരിപാടിക്ക് ഒരു മീഡിയയ്ക്ക് മുന്നേ ഞാൻ പോകത്തില്ല. അവരോടും 1,00,000 രൂപ വെച്ച് അയച്ചു കൊടുക്കാൻ ഒരു 85,000 90 ആണെങ്കിൽ നമുക്ക് നോക്കാം. കാരണം അത്രയ്ക്ക് പോരെ എന്നുള്ളതാണ് ഒരു ഡൗട്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ നല്ലോണം ഇരുന്നോളാം. ചിലപ്പോൾ സന്നദ്ധ സംഘടനകൾ മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം 1,00,000 രൂപ പിരിച്ച് കൊടുത്താലും വേണ്ടില്ല, രേണുസുതി ഒന്ന് വീട്ടിലിരിക്കുമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും മുന്നോട്ട് വന്ന് ഇത് ഏറ്റെടുക്കാം ഈ വെല്ലുവിളി എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ രേഷ്മ പി തങ്കച്ചനെ ഫിലിമിൽ നിന്ന് ഔട്ടാക്കാൻ വേണ്ടി ആരോ വിളിച്ചു പറഞ്ഞു പോലും എന്തിനാണ് രേണുസുതിയെ ഫിലിമിൽ അഭിനയം, അതൊരിക്കലും സാധ്യത എനിക്ക് തോന്നുന്നില്ല. ഇന്ന് കേരളത്തിൽ ഒരു സെക്കൻഡ് പോലും വെറുതെ നിൽക്കാൻ സമയമില്ലാത്ത ഒരു നടി എന്ന് പറയുന്നത് നമ്മുടെ രേണുസുതിയാണ്. രേണുസുതിക്ക് വളരെ ബിസിയാണ്. രേണുസുതി പറയുന്നുണ്ട് ഉറങ്ങാൻ സമയമില്ല, ഒന്ന് കുളിക്കാൻ വേണ്ടി സമയമില്ല, ഒന്ന് വീട്ടിൽ നിൽക്കാൻ പോലും എനിക്ക് സമയമില്ല എന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. എൻ്റെ വീട്ടിൽ ഒരു ദിവസം പോലും ഞാൻ കിടന്നുറങ്ങാറില്ല, ഞാനിങ്ങനെ ഓടി നടന്ന് അഭിനയിക്കുകയാണ് എന്ന് പറയുന്നത്. അങ്ങനെ അഭിനയ ചക്രവർത്തിയായ രേണുസുതി ഇങ്ങനെ പറയുമ്പോൾ സങ്കടമുണ്ട്. ബാക്കി കേൾക്കാം. മുന്നിൽ നിൽക്കണമെങ്കിൽ ഒരു കഴിവ് വേണ്ടേ? വെറുതെ ഉള്ളവരെ കൊണ്ട് ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തി അവരെന്നാ കാണിക്കും? അപ്പം അദ്ദേഹം പറഞ്ഞത് ഈ എല്ലാവരും രേണുസുതിയെ കുറ്റം പറയുന്നല്ലോ, ഞാൻ ആ സ്ക്രീനിന് പുറകെ ഇരുന്ന് അല്ലെങ്കിൽ സ്ക്രീനിന് മുമ്പ് ഇരുന്ന് കാണുന്ന രേണുസുതി ആ ഒരു ക്യാരക്ടറാണ് ചെയ്തത്, അവര് നന്നായിട്ട് ചെയ്തു. ഞാനല്ല പറഞ്ഞത്, ഞാൻ അദ്ദേഹത്തിന് പൈസ കൊടുത്ത് പറയിപ്പിച്ചല്ല. സംവിധായകൻ പറയുന്നത് നിങ്ങൾ കേട്ടു കാണും. നമ്മുടെ താര രാജാവായ നമ്മുടെ രേണുസുതിയെ കുറിച്ച് സംവിധായകൻ പറയുകയാണ്, ക്യാമറയ്ക്ക് മുന്നിൽ അല്ലെങ്കിൽ ക്യാമറയ്ക്ക് പിന്നിൽ അഭിനയിക്കുകയാണ്, ക്യാരക്ടറായി മാറുകയാണ് എന്നാണ് പറയുന്നത്. ചിലപ്പോൾ നമ്മുടെ സംവിധായകൻ തന്നെ കട്ടും ആക്ഷനെല്ലാം പറയാൻ മറന്നു പോവുകയാണ് രേണുസുതിയുടെ അഭിനയം കണ്ടിട്ട്. പിന്നെ നെഗറ്റീവ് വരുന്നതൊന്നും നോക്കേണ്ട യാതൊരു ആവശ്യവും എനിക്കില്ല. അവർ ക്യാരക്ടറായി കഴിഞ്ഞാൽ വേറെ ഒരു അഭിനയം തന്നെ, അഭിനയമല്ല ശരിക്ക്. രേണുസുതി ശരിക്ക് ജീവിക്കുകയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ക്യാരക്ടറായി കഴിഞ്ഞാൽ രേണുസുതി മറ്റൊന്നും നോക്കാറില്ല. നിങ്ങളൊരു പാലത്തിൻ്റെ മുകളിലെല്ലാം രേണുസുതി ഇതിൻ്റെ മുന്നേ എടുത്ത റീൽസ് നിങ്ങൾ കണ്ടു കാണും. അവിടെയെല്ലാം ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളും എല്ലാം, അതൊന്നും രേണുസുതി ശ്രദ്ധിക്കുകയില്ല. അഭിനയത്തിൽ അങ്ങോട്ട് ജീവിക്കുകയാണ്. രതീഷിൻ്റെ ഒപ്പരക്കുള്ള അഭിനയവും എന്തായാലും ഒരു കേരളത്തിൽ ഒരു പുരസ്കാരം കൊടുത്ത് നമ്മുടെ രേണുസുതിയെ ശരിക്കും ആദരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ രേണുസുതിയുടെ ഈ അഭിനയം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാനൊന്ന് കാണിച്ചു തരാം. എന്താണ് അഭിനയമെന്ന് നിങ്ങൾ അത് കണ്ടുപിടിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊന്ന് കാണാം.
ചേച്ചി വീണ്ടും മഹമ്മൂദ് നമുക്ക് പാരയും കൊണ്ടൊക്കെയുണ്ട്. നമ്മളെ പിള്ളേരൊക്കെ പിടിച്ചിട്ടുണ്ട്. ആനന്ദേ, അവന്റെ ജോലി അങ്ങ് തെറിപ്പിച്ചേക്കടാ. ഹരി, ആ മഹമ്മൂദിനെ തല അങ്ങ് മാറ്റിച്ചേക്ക്, അല്ലെങ്കിൽ വേണ്ട അവന്റെ തൊപ്പി അങ്ങ് തെറിപ്പിച്ചേക്ക്. നാട്ടിപ്പവല്ല കൃഷി. അപ്പോൾ രേണുസുതി അഭിനയിച്ച ഈ ഫിലിമുകളെല്ലാം തന്നെ എവിടെയാണ് റിലീസ് ചെയ്യുന്നത് എന്നാണ് എനിക്കൊരു സംശയം. നമ്മളെ കേരളത്തിൽ നമ്മൾ ഈ കാണുന്ന തിയേറ്ററുകളൊന്നും ഇവരുടെ പടം വന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അവിടെ ഇങ്ങനെ 100 ദിവസം പിന്നിട്ടു, 50 ദിവസം പിന്നിട്ടു ഈ രേണുസുതി അഭിനയിച്ച പടങ്ങളൊന്നും കാണുന്നില്ല. ഇത് പിന്നെ ഏത് രാജ്യത്താണാവോ റിലീസ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് സംശയം. ഇനി നിങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലും ഈ പടം റിലീസായിട്ട് നിങ്ങൾ പോയി ടിക്കറ്റ് എടുത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ തിയേറ്ററിൻ്റെ പേര് കൂടി അതിൻ്റെ അടിയിലൊന്ന് എഴുതിക്കോളൂ. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഏത് സ്ഥലത്താണ്, ഏത് രാജ്യത്താണ് ഈ പടം ഇങ്ങനെ റിലീസാവുന്നത് എന്നും ഇവർക്ക് വലിയ നടന ഭാഗ്യവും അതുപോലെ തന്നെ സൗഭാഗ്യവും എല്ലാം കിട്ടിയ സിനിമകൾ എവിടെയാണ് ആൾക്കാർ കണ്ടത് എന്ന് എനിക്ക് വലിയ ബോധ്യമില്ല. അതുകൊണ്ടാണ് തെറ്റിദ്ധരിക്കരുത്. പിന്നെ നമുക്ക് അടുത്ത ഫിലിമിനെ പറ്റി രേണുസുതി പറയുന്നുണ്ട്, അതുകൂടി കേൾക്കാം. എന്റെ പേരായിട്ട് ഹസ്ബൻഡായിട്ടാണ് അഭിനയിക്കുന്നത്. അത് സാറ് തന്നെ, ഡയറക്ടർ സാറ് തന്നെ അത് പറഞ്ഞായിരുന്നു. ഞാനും പ്രതീഷും വൈഫ് ആൻഡ് ഹസ്ബൻഡായിട്ടാണ് ഫാമിലി സർക്കസ് മൂവിയിൽ അഭിനയിക്കുന്നത്. നിതീഷ് കെ നായർ സാർ തന്നെ ഇത് പറഞ്ഞു പൂജയിൽ പുറത്തു വിട്ടത്. നല്ലൊരു വേഷമാണ്, കണ്ടിന്യൂ ഒരു വേഷമാണ് അല്ലേ? കണ്ടിന്യൂ വേഷമാണ്. വേഷം കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. സ്ഥാനത്തിൽ ജിൻഡാണ് നായകനായിട്ട് വരുന്നത്. ഒരുപാട് ആർട്ടിസ്റ്റ് വരുന്നുണ്ട്. ഒത്തിരി സന്തോഷം ഈ ഒരു മൂവിയിലേക്ക് വിളിച്ച. ചേഞ്ച് മൂവി സാറ് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം. കാരണം ഒരുപാട് പേര് അഭിനയത്തെ കുറ്റപ്പെടുത്തുമ്പോഴും വലിയൊരു ഡയറക്ടറാണ് ഇത്രയും പേരുടെ മുന്നിൽ പറഞ്ഞത്. രേണുസുതി അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പം സാറ് കൈയടിച്ചായിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞ് നന്നായിട്ട് ചെയ്തു. ഒരൊറ്റ ടേക്കെന്നൊന്നും ഞാൻ പറയത്തില്ല, ടേക്കിൽ രേണു നന്നായിട്ട് ചെയ്തു എന്ന് സാറിൻ്റെ വായിൽ നിന്നത് കേട്ടപ്പോൾ ഇപ്പം ഇത്രയും പേരുടെ മുന്നിൽ നിന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് എനിക്ക് എൻ്റെ ഏറ്റവും വലിയ അഭിമാന നിമിഷമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. ഭാഗ്യ ജോഡിന്ന് താര ജോഡികൾക്കുള്ള മികച്ച താര ജോഡികൾക്കുള്ള അവാർഡ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടി. വീണ്ടും അടുത്ത പടത്തിലേക്ക് ഡയറക്ടർ വിളിച്ചിരിക്കുകയാണ്. അതിലൊരു മുയന്നീള വേഷമാണ്. രതീഷിന്റെ ഒപ്പരം തന്നെയാണ്. രതീഷ് നിങ്ങൾക്ക് മനസ്സിലായി കാണും, അദ്ദേഹത്തിന്റെ അളവറ്റ അഭിനയമാണ്. ആ അഭിനയം ഇതിന്റെ മുന്നേ നിങ്ങൾ കണ്ടു കാണും. ചോറ് വാരി കൊടുക്കുന്നതും തിരിച്ചു വാരി കൊടുക്കുന്നതുമെല്ലാം നിങ്ങൾ കണ്ടു കാണും. ആ അഭിനയത്തിനാണ് രേണുസുതിക്ക് അവാർഡ് കിട്ടിയത് എന്ന് തോന്നുന്നു. തീർച്ചയായും വളരെ നല്ല ഒരു അഭിനയം തന്നെയായിരുന്നു അത് കാഴ്ചവെച്ചത്. അത് നമ്മുടെ രതീഷിന്റെ ഭാര്യയും തുറന്ന് സമ്മതിക്കുന്നതും നമ്മൾ കണ്ടതാണ്. തീർച്ചയായിട്ടും ഇത്തരം അഭിനയങ്ങൾ ഇനിയും നിങ്ങൾക്ക് കേരളക്കരയിൽ പ്രതീക്ഷിക്കാം. രേണുസുതിയുടെ ഭാവ അഭിനയവും എല്ലാം തന്നെ ഇനി സിനിമയിലേക്ക് മുഴുനീളൻ കഥാപാത്രമായി നമ്മുടെ മഞ്ജു വാര്യരെയും ശോഭനയും എല്ലാം തട്ടിമാറ്റിക്കൊണ്ട് മലയാളത്തിലേക്ക് കടന്നു വരികയാണ് സുഹൃത്തുക്കളെ. നമ്മൾ രേണുസുതി 2 കൈയും അടിച്ച് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. തീർച്ചയായിട്ടും വലിയ ഒരു അംഗീകാരം തന്നെ ഇനി ഭാവിയിൽ മലയാളത്തിൽ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറിനുള്ള ഒരു അവാർഡ് തരം ചിലപ്പോൾ രേണുസുതിയെ തേടിയെത്തിയേക്കാം. എല്ലാ അഭിനയവും അദ്ദേഹത്തിന് സാധിക്കട്ടെ. അവന് എല്ലാവിധ ആശംസകളും നമ്മൾ അറിയിക്കുകയാണ്. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ വന്നുള്ള ഈ തെറിയഭിഷേകവും അതുപോലെ തന്നെ ഈ വൃത്തികെട്ട കമൻറ്റുകളും നിർത്തിയാൽ തന്നെ രേണുസുതി നിനക്ക് നല്ലതായിരിക്കുമെന്നാണ് തോന്നുന്നത്. അല്ലാത്ത കാലത്തോളം നിനക്ക് വിമർശനങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇനിയും ആ കിച്ചുവിനെയും അതുപോലെ തന്നെ ബാക്കിയുള്ള ഫിറോസ് ഖാനെ പോലുള്ള ഒരുപാട് സന്നദ്ധ പ്രവർത്തകരെയും വെറുതെ വിട്ടാൽ തന്നെ നിനക്ക് ഒരുപാട് സൗകര്യം കിട്ടുമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ നന്ദി, നമസ്കാരം.